വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. തൃണമൂൽ കോൺഗ്രസിനെ UDF-ലെടുക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തെ സ്ഥിരാംഗമായി UDF-ലെടുക്കും. PV അൻവറിന്റെ UDF പ്രവേശനത്തെ എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് അനുകൂല ഘടകമായത്. ഇടതുപാളയം വിടുകയും MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തത് മുതൽ PV അൻവർ UDF പ്രവേശനത്തിന് നീക്കം തുടങ്ങിയിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളെ വീടുകളിലെത്തി സന്ദർശിച്ചും UDF ഘടകകക്ഷി നേതാക്കളെ കണ്ടും മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ ആശീർവാദത്തോടെ നീക്കം നടത്തിയിരുന്നു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പിടിവാശി പിടിക്കുകയും ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് UDF-നെ കടന്നാക്രമിക്കുകയും സ്വന്തമായി മത്സരിച്ച് 20,000 വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു. 11,000-ലേറെ വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിന് ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചെങ്കിലും 2021-ലെ വോട്ടുകളിലേക്ക് എത്താൻ UDF-ന് കഴിഞ്ഞില്ല. നിർണായകമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലുൾപ്പെടെ സ്ഥാനാർത്ഥികളെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെയാണ് വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ അൻവറിനെ UDF മുന്നണിയിലെടുക്കുന്ന തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. PV അൻവർ 9 വർഷം MLA ആയിരുന്ന നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മുന്നണിയിലെടുക്കുന്നതിലൂടെ നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ നിലമ്പൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ലൊരു ശതമാനം സീറ്റുകൾ നൽകേണ്ടി വരും. കോൺഗ്രസും മുസ്ലിം ലീഗും കാലങ്ങളായി മത്സരിച്ചു വരുന്ന വാർഡുകൾ പലതും വിട്ടു നൽകേണ്ടി വരും. ഒരാഴ്ചക്കുള്ളിൽ ചേരുന്ന UDF സംസ്ഥാന കമ്മിറ്റിയിൽ തൃണമൂൽ കോൺഗ്രസിനെയും UDF ഘടകകക്ഷിയായി അംഗീകരിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. PV അൻവറിനെ UDF-ലെടുക്കുന്നതിൽ എതിർപ്പുള്ള വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നിലമ്പൂരിൽ കോൺഗ്രസിലുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.